മടത്തൂർ മുമ്പിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മനു ആണെങ്കിൽ അലീനെ വിളിക്കണം. ആ സമയത്ത് മുറിയിലെ ആൻറ്റിയും അതേപോലെ തന്നെ രേവതിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വന്നേ നമുക്ക് പോവാം ആൻറ്റി, ഇനി അലീന ചേച്ചി ഇച്ചിരി നേരം ബിസി ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസ്യമ്മയും വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി പോവുകയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, ഇവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല മനു ആട്ടന, അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നിങ്ങളും കൂടെ കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും വേണ്ട ചേച്ചി, ഞങ്ങൾ അങ്ങ് പോവാമെന്നും പറഞ്ഞ് രേവതിയാണെങ്കിൽ ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഫോൺ എടുക്കുവാണ് അലീന. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എവിടെയാ, എറണാകുളത്താണോ എന്ന് ചോദിക്കുകയാണ്. അതെ, എറണാകുളത്താണ്. മനുവേട്ടൻ എങ്ങനെ മനസ്സിലായി ഞങ്ങൾ എറണാകുളത്താണെന്ന്? അത് അച്ഛൻ ഇന്ന് നെടുമ്പുരയ്ക്കൽ പോയായിരുന്നു, അവിടെ ആരുമില്ല, വീട് പൂട്ടിയിട്ടേക്കുന്നു. പിന്നെ കടയിലും പോയി, അവിടെ ബാലചന്ദ്രൻ അങ്കിളും ഇല്ല. അന്നേരം തോന്നി നിങ്ങളെല്ലാവരും കൂടെ എറണാകുളത്തേക്ക് പോരുന്നതായിരിക്കുമെന്ന്. അതാ ഞാൻ എറണാകുളത്താണോ എന്ന് ചോദിച്ചതെന്ന് മനു പറയാണ്. അപ്പം അലീന ഇച്ചിരി വിഷമത്തോടെ ഭയത്തോടെയും ചോദിക്കുകയാണ്, മാഡം അറിഞ്ഞോ ഞങ്ങൾ എറണാകുളത്ത് വന്ന കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മനു പറയാണ്, അച്ഛൻ പറഞ്ഞായിരുന്നു ആൻറ്റി അടുത്തെന്ന് മനുവും പറയുന്നുണ്ട്. അപ്പം അലീനയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ പറയാണ്, ഞാനിനി ഭവിതയും കൃഷ്ണമോളെ രൂപത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നും പറഞ്ഞ് മാഡം ഇനി പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം അതൊക്കെ എന്തായാലും ഉണ്ടാക്കും, ഇവിടെ തന്നെ ഇപ്പം ബഹളം വെച്ചുകൊണ്ടിരിക്കുക ആൻറ്റി, പറയാതെ കൊണ്ടുപോയി ആൻറ്റി അടുത്ത് ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു വയ്ക്കുകയാണ്, എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു നിങ്ങൾ എറണാകുളത്തേക്ക് പോകുന്ന കാര്യം, എന്താ എന്നോട് പറയാതെ പോയെന്ന് മനു ചോദിക്കുന്നുണ്ട് അലീനയുടെ അടുത്ത്. അപ്പം അലീന ഭയങ്കര വിഷമത്തോടെ പറയാണ്, മനുവേട്ട പറയാൻ സമയം കിട്ടിയില്ലെന്ന് തന്നെ പറയാം. ഞാനാണെങ്കിൽ അച്ഛന് ഒരു യാത്രയ്ക്ക് പോകുന്നെന്നറിഞ്ഞ്, അപ്പം ഉടനെ ഞാൻ എറണാകുളത്തിലേക്ക് പോകുന്ന കാര്യം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ സമ്മതിക്കുകയും ചെയ്ത്. അവരൊക്കെ എൻ്റെ കൂടെ വരുന്നെന്നും പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര, അത് അച്ഛനോട് ചോദിച്ചപ്പം അച്ഛനും സമ്മതിച്ച് അങ്ങനെ പെട്ടെന്ന് ഇങ്ങ് പോരുന്നതാണെന്ന് പറയാണ്. മനുവേട്ടനെ വിളിച്ച് പറയാൻ എനിക്ക് പറ്റിയില്ല എന്ന് അലീന മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം മനു തിരിച്ച് പറയുന്നുണ്ട്, ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ, എന്നെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരായിരുന്നോ, അത് പറയാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് പരിഭവം പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട്, എന്നോട് പിണങ്ങല്ലേ മനുവേട്ട, പറയാൻ പറ്റിയില്ല എന്നൊക്കെ അലീനയും തിരിച്ച് പറയുന്നുണ്ട്. അന്നേരം മനു വീണ്ടും ചോദിക്കുകയാണ്, അപ്പം ബാലചന്ദ്രൻ അങ്കിളും നിങ്ങളുടെ കൂടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല മനുവേട്ട, അച്ഛനും ഗോവർദ്ധൻ അങ്കിളും കൂടെ എവിടോ യാത്രയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത്. അവർ എവിടെ ഊട്ടിയിലെങ്ങാണ്ട് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇടയ്ക്ക് വെച്ച് കൊല്ലത്താണെങ്കിൽ ഞങ്ങൾ ചിന്നുമോളെ കാണാൻ പോയായിരുന്നു, അവിടെ വെച്ച് അച്ഛനെ കണ്ടായിരുന്നു. അച്ഛൻ അവിടെ എന്തോ ആവശ്യത്തിന് വന്നായിരുന്നു. നേരം ഗോവർദ്ധൻ അങ്കിളാ പറഞ്ഞത് തലേ ദിവസം ഊട്ടിയിലായിരുന്നെന്ന്, അച്ഛനെന്തോ ടൂറിന് പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. ആഹാ, എല്ലാവരും യാത്ര പോയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും മനു പരിഭവം പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ട പിണങ്ങലെ മനുവേട്ട, പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ എന്നത്തേക്ക് തിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ എത്തും, അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളും തിരിച്ചെത്തുമെന്ന് അലീന പറയുകയാണ്. അവിടെ പോയിട്ട് രോഹിയും ബബിതയും കൃഷ്ണമോളൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തില്ല. ഞങ്ങൾ ഇന്ന് ചിന്നുമോളെ കാണാൻ പോയി, ചിന്നുമോക്കും എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ ആൻറ്റിക്കും അങ്കിൾക്കും എല്ലാവർക്കും നല്ല സന്തോഷമാണ് ഇവരെല്ലാം വന്നതിന്. മാത്രമല്ല മനുവേട്ട, എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഇനി ഇങ്ങനൊരു യാത്ര അതിന് നടക്കുമെന്ന് പോലും അറിയത്തില്ലല്ലോ, അത് ആ രീതിയിലല്ലേ കാര്യങ്ങളുടെ പോക്കെന്ന് അലീന പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വാ എന്നും പറഞ്ഞിട്ട് മനു അലീനയായിട്ട് സംസാരിച്ച് ഫോൺ വെക്കുകയാണ്. അലീനയ്ക്ക് ആകെപ്പാടെ ടെൻഷനാവുന്നുണ്ട്, വൈജ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി എന്താവും എന്നുള്ളൊരു ടെൻഷനിലാണ് അലീന. അതിനുശേഷം അവിടെ എറണാകുളത്ത് പോയ ചിന്നമോളുടെ ഫോട്ടോയൊക്കെ ഗ്രേസിയമ്മയും മാമച്ചേനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ചിന്നമോൾ നിങ്ങൾ രണ്ടിനെയും തിരക്കി, നിങ്ങൾ എന്താ വരാഞ്ഞെന്നൊക്കെ ചോദിച്ചെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പം ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ആ മോളങ്ങ് വളർന്നല്ലോ, സുന്ദരി ആയിട്ടുണ്ടെന്നൊക്കെ മാമച്ചൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. രണ്ടുപേരെ ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട്, രണ്ടുപേർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, നമുക്കും ചിന്നുമോളെ ഒന്ന് കാണാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആദ്യം ബോഡിയൊക്കെ ഒന്ന് ശരിയാവട്ടെ, അതിന് ശേഷം നമുക്ക് പോകാമെന്നൊക്കെ രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. അങ്ങനെ ചിന്നുമോളെ പോയി കണ്ട വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് കൊല്ലപ്പള്ളിയിലാണെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാണ്. വൈജയ്ക്ക് മക്കൾ അലീനയുടെ കൂടെ പോയതും തന്നോടൊരു വാക്ക് പോലും ആരും പറഞ്ഞതുമൊന്നുമില്ല. ആ കാര്യമൊക്കെ ഓർത്ത് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. മനുവും ശിവശങ്കരനും അതുപോലെ മനുവിൻ്റെ സഹോദരിയും കമലയും എല്ലാവരും ഉണ്ട്. ആ സമയത്ത് വൈജി അങ്ങോട്ട് വരുന്നുണ്ട്. വൈജി അങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, വാ നീയും കൂടെ ഫുഡ് കഴിക്കാൻ വാ എന്ന് പറയാണ്. ആ വരുന്നു ശിവേട്ട. എന്നിട്ട് മനുവിനോട് വന്ന് ചോദിക്കുകയാണ്, നീ അറിഞ്ഞായിരുന്നോ എറണാകുളത്ത് പോകുന്ന കാര്യം, അലീന നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയാണ്, ഞാൻ അറിഞ്ഞില്ല ആൻറ്റി, എന്നോട് പറഞ്ഞില്ലായിരുന്നു, ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത്. അന്നേരം ഞാൻ അലീനയെ വിളിച്ച് ചോദിച്ചതെന്ന്
മനു പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈ ചോദിക്കുകയാണ്, നിനക്ക് നാണം ഇല്ലയോടാ? നീയല്ലയോടാ അവളെ പൊക്കിക്കൊണ്ട് കിടന്നത്? അവസാനം നിന്നെ അവൾ പറ്റിച്ചില്ലയോ? നിനക്ക് നാണം ഇല്ലയോ അവളുടെ പുറയിൽ ഇങ്ങനെ നടക്കാൻ? നീ ഒരാണല്ലയോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മനുവിന് ഭയങ്കര ദേഷ്യം വരുന്നത്. ആൻറ്റി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അലീന എന്ത് രീതിയിൽ പറ്റിച്ചെന്ന് ആൻറ്റി ഈ പറയുന്നത്? അലീനയും അവിടെ ബാക്കിയുള്ള രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ പോയ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞില്ലെന്നാണോ ആൻറ്റി പറയുന്ന കുറ്റം? അല്ലാതെ വേറെ എന്ത് കുറ്റം അലീന ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അത് ബാലചന്ദ്രൻ അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ പോയത്, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയാണ്, അല്ലെങ്കിലും നിനക്കൊക്കെ അലീന വലിയ കാര്യമാണല്ലോ, അവൾ നിന്നെ പറ്റിച്ചിട്ട് പോയിട്ടും നിനക്കൊരു നാണമില്ല, നീ ആണാന്ന് പറഞ്ഞ് നടക്കുക എന്ന് പറയാണ്. അവളാണല്ലോ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് വൈജ പറയാണ്. അവൾ ബാലചന്ദ്രൻ്റെ മോളാണല്ലോ, അപ്പോൾ അവൾ തന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും ആ വീട്ടിൽ തീരുമാനിക്കുന്നതെന്ന് വൈജ പറയാണ്. ഇത് കേൾക്കുമ്പോൾ മനുവിൻ്റെ സഹോദരി പറയാണ്, രഞ്ജിനി പറയാണ്, ആര് പറഞ്ഞ് അലീന ബാലചന്ദ്രങ്ങളുടെ മോളാണെന്ന്? അപ്പം വൈജ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് രഞ്ജിയെ നോക്കിയിട്ട് പറയാണ്, എന്താ ബാലചന്ദ്രൻ്റെ മോളല്ലേ അലീനയെന്ന് ചോദിക്കുകയാണ്. അപ്പം മനുവിൻ്റെ സഹോദരി പറയാണ്, അല്ല, ബാലചന്ദ്രൻ്റെ അങ്കിളിൻ്റെ മോളല്ല അലീന, എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കുന്ന ഒരു കള്ളം മാത്രമാണ് അങ്കിളിൻ്റെ മോളാണെന്ന്. ഇത് കേൾക്കുമ്പോൾ വൈജ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. മനുവിനൊന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മനുവിന് ശിവശങ്കരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടെ നോക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കമലയും ഞെട്ടുന്നുണ്ട്. നിന്നോട് ആര് പറഞ്ഞ് ഇതൊക്കെ അലീന ബാലചന്ദ്രൻ്റെ മോളല്ലെന്ന് നിന്നോട് ആര് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ അറിഞ്ഞ, അത് മാത്രമേ അമ്മയ്ക്ക് അറിഞ്ഞാൽ പോരെ എന്ന് കമല എടുത്ത് ചോദിക്കുകയാണ്. അപ്പം വൈജയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ മനുവിൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, മനു നിനക്കറിയായിരുന്നോ അലീന ബാലചന്ദ്രൻ്റെ മോളല്ലെന്ന്? ശിവേട്ടൻ അറിയായിരുന്നോ ബാലചന്ദ്രൻ്റെ മോളല്ല അലീനയെന്ന്? അപ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കുകയാണ്. ഓഹോ, അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവളെ അവിടെ നിർത്തിയിരുന്നത്. ബാലചന്ദ്രൻ്റെ മകളല്ല അവളെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വാശി പിടിച്ച് നെടുമ്പുരയ്ക്കിൽ അവളെ നിർത്താൻ നോക്കിയത് ബാലചന്ദ്രൻ? അതിന് കാരണം എന്താണെന്ന് ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുകയാണ് വൈജ. ഇത് കേൾക്കുമ്പോൾ മനുവും അതുപോലെ ശിവശങ്കരനും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ അടുത്തല്ലേ ചോദിച്ചത്, നിങ്ങൾക്കറിയാഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് അത് ചോദിച്ചില്ല? എന്തിനാണ് ഇത്രയും വാശി പിടിച്ച് അവൾ ആ വീട്ടിൽ നിർത്തുന്നത്? അപ്പം മറ്റെന്തോ കാരണമുണ്ടല്ലോ എന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ കമലയും പറയണം, അത് ശരിയാണ് വൈജ ചോദിച്ചത്, വേറെ എന്തോ കാരണമുണ്ടല്ലോ. ഇനി ബാലചന്ദ്രന് അലീനയെ പറഞ്ഞു വിടാൻ മനസ്സില്ലാത്തതുകൊണ്ടാണോ അവളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? വൈജ പോയാലും വേണ്ടിയില്ല, അവൾ അവിടെ വേണമെന്ന് ബാലചന്ദ്രന് തോന്നിക്കാണൂ എന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വൈജയ്ക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. ശിവേട്ടനും കൂടെ അടുത്താണ് ഞാൻ ചോദിച്ചത്, ബാലചന്ദ്രൻ എന്തിനാണ് ഇത്രയും വാശി പിടിച്ച് നെടുമ്പുരയ്ക്കിൽ അവളെ പിടിച്ചു നിർത്തിയത്? വേറെ എന്തോ കാരണമുണ്ട്, അത് ഉറപ്പാണ് എന്ന് വൈജ പറയാണ്. അപ്പം നമ്മളെല്ലാം സംശയിച്ച പോലെ അവളും ബാലചന്ദ്രനും തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ടെന്ന് വൈജ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവശങ്കരന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ശിവശങ്കരൻ പറയാണ്, മിണ്ടാതിരുന്നോണം, നിൻ്റെ നാവ് കൊണ്ട് ഇതേപോലെ ഒരു സംസ്കാരമില്ലാത്ത വർത്താനം ഇങ്ങനെ പറയില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ്, ഞാൻ എന്താ പറഞ്ഞ്, ഞാൻ ചോദിച്ചത് കറക്റ്റ് അല്ലേ? അയാളുടെ മകളല്ല അവളെങ്കിൽ പിന്നെ എന്തിനാ അയാൾ ഇത്രയും വാശി പിടിച്ച് അവളെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കി? ഇത്രയും നാൾ എല്ലാവരുടെ അടുത്തും കള്ളം പറഞ്ഞ് അവളെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കി. അപ്പം എന്തോ കാരണമുണ്ട്, എല്ലാവരുടെയും വായടപ്പിക്കാൻ വേണ്ടി മാത്രം കണ്ടെത്തിയ ഒരു കള്ളക്കഥ മാത്രമാണ് ഇതെന്ന് വൈജ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരനാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ്, അല്ലെങ്കിൽ ശിവേട്ടൻ പറ, എന്തിനാണ് അയാൾ അലീനയെ അവിടെ പിടിച്ചു നിർത്തിയത്? അതിന് എനിക്ക് ഉത്തരം കിട്ടണമെന്ന് പറയാണ്. മനു നീ പറഞ്ഞാലും മതി, നീയല്ലേ അവളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്, നീയും കൂടെ അറിഞ്ഞായിരുന്നല്ലോ ഈ കള്ളത്തരമൊക്കെ, അപ്പം നീ പറഞ്ഞാലും മതി, എന്തിനാണ് ബാലചന്ദ്രൻ അവളെ അവിടെ പിടിച്ചു നിർത്തിയത്, എന്ത് കാരണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലയും ചോദിക്കുന്നുണ്ട്, വൈജ ചോദിച്ചത് ശരിയല്ലേ, അവളെ എന്തിനാണ് അവിടെ പിടിച്ചു നിർത്തിയത്? അത് മാത്രമല്ല എല്ലാവരും ഒരു കള്ളം പറഞ്ഞ് അയാൾ ബോധ്യപ്പെടുത്തി, അപ്പം അതിനനുസരിച്ച് അതിനർത്ഥം വേറെന്തോ കള്ളത്തരം അതിൻ്റെ പുറകിലുണ്ട്. ഈ വൈജ പറയുന്ന പോലെ അവർ തമ്മിൽ മറ്റെന്തോ ബന്ധമുണ്ടോ എന്ന് കമല ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മനു പറയാണ്, അമ്മയൊന്നും മിണ്ടായിരിക്കുക, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആവശ്യമില്ലാതൊന്നും പറയണ്ട, അപ്പം അവിടെ ഇരുന്നോണമെന്ന് പറയാണ്. എന്താടാ ഞാൻ ചോദിച്ചതിന് എന്താ കുറ്റമെന്ന് കമല വീണ്ടും ചോദിക്കണം. ഈ സമയത്ത് വൈജയാണെങ്കിൽ ശിവേട്ടൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയണേ, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല, നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് ശിവൻ അങ്ങനെ അങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് മനുവിനോടും ചോദിക്കുന്നുണ്ട്. അപ്പം മനുവും പറയുന്നുണ്ട്, ആൻറ്റി എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, ആൻറ്റിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുക, പിന്നെ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് അവസാനം ആൻറ്റി കുരുക്കിലാവാതിരിക്കാൻ നോക്കിക്കോണം എന്നും പറഞ്ഞിട്ട് മനു അങ്ങ് കയറിപ്പോവാണ്. വൈജ ആകപ്പാട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു സത്യം വൈജയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം അലീനയും ബാലചന്ദ്രനും തമ്മിൽ താൻ സംശയിച്ച പോലെ മറ്റെന്തോ ബന്ധമുണ്ടെന്നുള്ളൊരു തോന്നൽ വൈജയ്ക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ കാരണം. അങ്ങനെ ആകപ്പാടെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് വൈജ. ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ നേരെ പുനലൂരേക്ക് പോയേക്കാണ്. അവിടെ ഒരു ഹോട്ടൽ മുറിയൊക്കെ എടുക്കുന്നുണ്ട്, കൂടെ ഗോവർദ്ധനും ഉണ്ട്. ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ ഇനി അടുത്ത പ്ലാൻ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരാളെ കാണണം, അയാളാണ് പ്രധാനപ്പെട്ട ആൾ, ഞാൻ പറഞ്ഞ ആ ഭൂതത്തെ നമുക്ക് പുറത്തിറക്കണ്ടേ എന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്.